ഇതുപോലുള്ള ഹാൻഡ് ബീറ്റർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ഒന്ന് മേടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റിയിടും അല്ലേ. ഇനി അതങ്ങനെ മാറ്റിയിടണ്ട കേട്ടോ. നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതും ഈ ഒരു മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതുപോലുള്ള പേപ്പർ ഗ്ലാസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയാലും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലായിരിക്കും. ഗ്ലാസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പേപ്പർ ഗ്ലാസ് തന്നെ വാങ്ങുക. പ്ലാസ്റ്റിക് മിക്സായ ഗ്ലാസ് ഒരിക്കലും വാങ്ങരുത് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുഡ് ഗ്രേഡുള്ള ഗ്ലാസുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കടയിൽ ചോദിച്ചാൽ മതി. ഇതുകൊണ്ട് കിടിലൻ ടിപ്സുകൾ അറിഞ്ഞാലോ. നമ്മൾ മാസം പല ചരക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് ഓരോ ടിന്നിലേക്ക് ആക്കുമ്പോഴും അതിൻ്റെ ഇത്തിരിയെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കില്ല. അത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും എത്ര നമ്മൾ സൂക്ഷിച്ചാലും അത് അങ്ങനെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇടുകയാണെങ്കിൽ ഒരു തരി പോലും പുറത്ത് പോകാതെ തന്നെ നമുക്ക് ഫുള്ള് കണ്ടെയ്നറിലേക്ക് നല്ല രീതിയിൽ വന്ന് വീഴാനായിട്ട് സഹായിക്കും കേട്ടോ. അതിപ്പോൾ ഈ ഒരു റവ മാത്രമല്ല, പഞ്ചസാരയൊക്കെ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അരി, അതുപോലെ കടല, പയറ്, പരിപ്പ്, ഈവൻ നമുക്ക് വെളിച്ചെണ്ണ വരെ ഇടാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ചെറിയ കുപ്പിയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചെറിയ ഓട്ട ഇട്ടിട്ട് നമ്മൾ ആ ഒരു കുപ്പിയിലേക്ക് വെച്ച് നമ്മളുടെ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതുപോലെ ഇട്ടാൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമുക്ക് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വീട്ടു ജോലികൾ വളരെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക. കണ്ടെയ്നർ എടുക്കുമ്പോൾ ഗ്ലാസ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വല്ല പുറത്ത് പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചധികം സ്നാക്സ് നമുക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പാക്കറ്റ് പടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പാടാണ്. ഓരോ പാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും ലീക്ക് ആകാതെ തന്നെ നല്ല സേഫ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈവനിങ് കുട്ടികൾ വരുമ്പോൾ നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ അവർക്ക് സ്നാക്സുകളും ഇതുപോലെ വെച്ച് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അത് അവിടെ ഇവിടേക്ക് ഇടുന്നതിനേക്കാളും നമ്മൾ ഒരു ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ച് ഈ ഒരു കണ്ടെയ്നറിൽ വെച്ച് മേശപ്പുറത്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോഴും ഇത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നർ എടുത്ത് ഗ്ലാസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിറ്റേന്ന് രാവിലെ സ്കൂളുള്ള സമയങ്ങളിൽ വളരെ ഹറിബറിയായിട്ടുള്ള ജോലിയാണല്ലേ. നമ്മളെപ്പോഴും നമുക്ക് സമയം എത്രത്തോളം ലാഭിക്കാമെന്ന് വെച്ചാൽ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ബസ് വരും, അങ്ങനെയുള്ള ടെൻഷനാണല്ലേ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമുക്ക് പിറ്റേന്നേക്ക് നമ്മൾ എന്താണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് നമ്മൾ വെക്കേണ്ടത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രത്തോളം മുളക് വേണം, സവാള ഇത്ര വേണം, ഇഞ്ചി ഇത്ര വേണം, എല്ലാം നമ്മൾ സ്ത്രീകൾക്ക് നല്ല കണക്ക് കൂട്ടലാണല്ലേ. രാത്രി കിടക്കുമ്പോൾ തന്നെ രാവിലെ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ പെട്ടെന്ന് ടപ്പേന്ന് നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ഓരോന്ന് ഫ്രിഡ്ജിലെടുത്ത് അത് നമുക്ക് പിന്നെ തിരിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടോ അതൊന്നുമില്ല. ഇതൊരൊറ്റ കണ്ടെയ്നറിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇത്രത്തോളം വേണം ആ ഒരു സാധനങ്ങൾ എടുത്ത് വെച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഓരോന്നും ഇങ്ങനെ വെക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനും ജോലികൾ എളുപ്പമാക്കാനും സാധിക്കും. ഇത് ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസത്തേക്കുള്ള ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാലും വളരെ നല്ലതാണ്. ഫ്രിഡ്ജിൽ നമ്മൾ കണ്ടെയ്നറിൽ ഓരോന്ന് വെക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്താലും നല്ല സൂപ്പറാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ജീരകം, കടുക്, അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഓരോന്നും എടുത്ത് താളിക്കാനൊക്കെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ ഇത്രത്തോളം ഈ ഒരു കടുക്, ജീരകം, ഉലുവ, വറ്റൻമുളക് ഇവയെല്ലാം നമ്മൾ ഓരോന്ന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ് പറയുക, തണുത്തു പോകുക എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ഉപ്പ് ഒരു പാത്രത്തിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് താളിക്കാനും കറികളിൽ ഇടാനും ഒക്കെ ഓരോന്നും എടുത്ത് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മളിത് ഗ്യാസിൻ്റെ സൈഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹറിബറി ജോലിയിടയിൽ നമുക്ക് സമയം ലാഭിക്കാനും നീറ്റായിട്ട് നമ്മുടെ ഫ്രിഡ്ജും കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കാനും സഹായിക്കും കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും തിളച്ച് പോകും അല്ലേ, പല ട്രിക്കുകളുണ്ട്. അതിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ പരിപ്പ്, സാമ്പാർ അതുപോലുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് തെറിച്ച് പുറത്തേക്ക് പോകുക. ആ ഒരു ഓട്ടയുടെ അത്രയും ഒരു ചെറിയ ഓട്ട ഇട്ട് കൊടുത്ത് പേപ്പർ ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരി പോലും അതിൻ്റെ ആ ഒരു ഇത് പുറത്തേക്കേ പോവില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് കുക്കർ ഇരിക്കും. നമുക്ക് കുക്കറിൽ വെക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇത്. തിളച്ച് പുറത്തേക്ക് പോയാൽ ഗ്യാസും അതുപോലെ തന്നെ കുക്കർ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ ആ ഒരു പ്രോബ്ലത്തിന് ഇത് നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഈ ഒരു കപ്പ് ഉപയോഗിക്കാനായിട്ട്, 3-4 കുറച്ചധികം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എടുത്ത് വെച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മളുടെ ഹറിബറി ജോലിയിൽ, ഹറിബറി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ജോലി. ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഹറിബറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഹറിബറി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു വാക്കാണ്. പെട്ടെന്ന് നമ്മൾ പെടഞ്ഞ് ജോലി എടുക്കുക എന്ന് പറയില്ലേ, അത് എന്ന് വെച്ചാൽ അടുത്ത ടൈം കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളെ പുട്ടുകുറ്റി കണ്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഇതുപോലെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയാൽ മതി. അടിപൊളി പുട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യാനൊന്നുമല്ല ഈ പറയുന്നത്. സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ജോലികളാണ് ഇതൊക്കെ. നമ്മളെ പുട്ടുകുറ്റി കാണുന്നില്ല, പുട്ടുകുറ്റിൻ്റെ ഇത് വെച്ച സ്ഥലം മറക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പം തന്നെ സിമ്പിൾ ടിപ്സിന് ഓർത്താൽ മതി. ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ പേപ്പർ ഗ്ലാസ് വെച്ച് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാഗിലൊന്നും ലീക്കാവും എന്നുള്ളൊരു പേടിയും വേണ്ട. ചരിഞ്ഞ് വീണാൽ കൂടി ഒരു തരി പോലും പുറത്ത് പോകാതെ ആ ഒരു പേപ്പർ ഗ്ലാസ്സിൽ തന്നെ ഇരുന്നോളും കേട്ടോ. നല്ല സേഫായിട്ട് ഇരുന്നോളും. ഇനി മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു ബാഡ് സ്മെല്ല്, ഈർപ്പത്തിൻ്റെ സ്മെല്ല്. വീട് മൊത്തം ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകുക. ചെറു പ്രാണികൾ, ഇവയ്ക്കെല്ലാം ഒരു പരിഹാരമാണ് 2-3 മെഴുകുതിരി ഇതുപോലെ ഉരുക്കിയതിന് ശേഷം, ഇപ്പം ഞാനിത് ക്രയോൺസും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒരു കളർഫുൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആക്കിയാൽ മതി. എന്തെങ്കിലും കളറൊക്കെ ഇട്ട് ഒരു ഭംഗിയാകാൻ വേണ്ടിയാണ് കേട്ടോ. ഇല്ല നിങ്ങൾ പ്ലെയിൻ ആയിട്ട് എടുത്താലും ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മെഴുകുതിരിയാണ് ഞാൻ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. പല പല കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആയിട്ട് പേപ്പർ ഗ്ലാസ്സിൽ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മൾ ഇതിൽ ഗ്രാമ്പും കർപ്പൂരവും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറു പ്രാണികൾ, ചെറിയ കൊതുകുകൾ, അതുപോലെ കർപ്പൂരത്തിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ചെറു പ്രാണികളെയും ഈച്ചകളെയൊക്കെ ഓടിക്കാനുള്ള ഒരു ഇത് ആ ഒരു കർപ്പൂരത്തിനും ഗ്രാമ്പൂവിനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ചെറിയ ചെറിയ ജലദോഷം, തുമ്മൽ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഈ തണുപ്പാകുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മെഴുകുതിരി നമ്മൾ ഒരു സൈഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ഉണ്ടാവുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കളർഫുള്ളാക്കി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ഒരു മെഴുകെടുത്ത് നമ്മളൊരു ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കുന്തിരിക്കത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കുന്തിരിക്കത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളുടെ നീർക്കെട്ട്, തലവേദന ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് കുന്തിരിക്കം എന്ന് പറയുന്നത്. കുന്തിരിക്കം നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരി ഉണ്ടാക്കി നിങ്ങളൊന്ന് വെച്ച് നോക്ക്. സൂപ്പർ കിടുവാണ്. നമ്മളിപ്പോൾ 1000-2000 ഒക്കെ കൊടുക്കണം ഇതുപോലുള്ള പെർഫ്യൂം ക്യാൻഡിൽസിനൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്യാൻഡിലാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഈ മഴക്കാലത്ത് നല്ല നമ്മളെ വീട്ടിലെപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാനായിട്ട് ഈ ഒരു ക്യാൻഡിൽ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികളതാണെങ്കിലും നമ്മൾ മുതിർന്നവരാണെങ്കിലും ചെറിയ ചെറിയ കുറേ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അത് ഓരോന്നും തപ്പി നമ്മൾക്ക് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ഗ്ലാസ്സിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് വളരെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്സുകളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിൽ കേട്ടോ. വളരെയധികം
സന്തോഷമുണ്ട്. മേടിച്ചവർ പിന്നെയും പിന്നെയും മേടിക്കുന്നതും അഭിപ്രായം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ മുടി കൊഴിച്ചിൽ മാറി, അതുപോലെ തന്നെ താരന് നല്ല വ്യത്യാസമുണ്ടെന്നൊക്കെ ഓരോരുത്തരും റിവ്യൂ പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കുറേ ചേച്ചിമാരൊക്കെ ഡയറക്റ്റ് വിളിക്കുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. സമയം വളരെ കുറവുള്ളതുകൊണ്ട് സംസാരിക്കാൻ കുറച്ചധികം സമയം തരാൻ പറ്റാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ഡ്യൂട്ടീസ് അല്ല. അപ്പോൾ നമ്മളെ മുടി കൊഴിച്ചിൽ മാറുവാനും അകാരനര മാറുവാനും അതുപോലെ തന്നെ താരൻ, തലയോട്ടിലുണ്ടാവുന്ന ചൊറിച്ചിൽ, ഇവയെല്ലാം മാറാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഫുഡും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ ഒരു എണ്ണയുടെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മളിതിൽ ചേർക്കുന്ന കാട്ടുനെല്ലിക്കയാകട്ടെ, ചന്ദനമാകട്ടെ, ഗന്ധപ്പാലയാകട്ടെ എല്ലാം അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിലൊരു മരുന്ന് കൂട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടണോ, നല്ല റിലാക്സേഷൻ കിട്ടണോ, ഈ ഒരു എണ്ണ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിച്ചു നോക്കുക കേട്ടോ. മേടിച്ചവർ അത്രത്തോളം നല്ല റിസൾട്ട് പറയുന്ന കിടിലൻ എണ്ണയാണ്. നമുക്ക് ഇനി ഒരു ഫെയർനെസ് ഓയിലും കൂടെ വരാനുണ്ട്. അതിൻ്റെ റിസൾട്ടും സൂപ്പറാണ് ആളുകൾ പറയുന്നത് കേട്ടോ. നമ്മളത് വിപണിയിൽ ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആരോഗ്യത്തിനും വളരെ നല്ലൊരു എണ്ണയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു നോക്കാം. ഇതുപോലുള്ള നമ്മളുടെ ബീറ്റേഴ്സ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ബീറ്റർ നമ്മൾ പല രീതിയിൽ മുട്ട ഇതാക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കട്ട കൂടുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവൻ നമ്മളുടെ കുറുക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കട്ട കൂടുക, കട്ട പിടിക്കുക എന്നുള്ള പ്രശ്നം അല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു കട്ട ഇല്ലാതെ തന്നെ നമുക്ക് മാവ്, ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഇതെന്ന് വെച്ചാൽ കുറേ ഇട്ട് കുഴക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കുഴച്ച് നമ്മളുടെ കൈയുടെ ഇത് വരും അല്ലേ. അത്രയൊന്നും നമ്മൾ കുഴക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കട്ടയില്ലാതെ തന്നെ നല്ല ഈവണായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നൊരു കിടിലൻ സാധനമാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം തന്നെ കൈയോടുകൂടി നമ്മൾ കഴുകി വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈസി പണിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഡബിൾ പണിയായി വരും. ഇത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ക്ലീനിങ് വളരെ പാടായിട്ടുള്ള പണിയാണ് അല്ലേ. അതുപോലെ നമ്മൾ പൊട്ടറ്റോ ആകട്ടെ എന്തൊരു സാധനവും സ്മാഷ് ചെയ്തെടുക്കാൻ ഇത് സൂപ്പറാണ് കേട്ടോ. അതുപോലെ അവക്കാഡോ നമുക്ക് കഷ്ണിച്ച് പീസാക്കി എടുക്കാനും ഈ ഒരു ബീറ്റർ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ ഫ്രൂട്ട്സുകൾ സ്മാഷ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് മഴക്കാലത്ത് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തുണി ഉണക്കൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും ആ തുണിയുടെ ഒരു ബാഡ് സ്മെല്ലും അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയതുപോലെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് ഈ ഒരു ബീറ്റർ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. കൈ സൂക്ഷിക്കണം നല്ല രീതിയിൽ തന്നെ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ഈവൺ ആയിട്ട് ഈ ഒരു കമ്പി ഇതുപോലെ വരും. ഇതിപ്പോൾ നമ്മൾ സിലിക്കോണിൻ്റെയൊക്കെ നമ്മൾ ബീറ്റർ വാങ്ങുമ്പം ഈ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ബീറ്റർ നമ്മൾ മാറ്റിയിടലാണ് അല്ലേ. കളഞ്ഞവരുണ്ടാവുമായിരിക്കും, കളയാതെ ചിലപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളിയാണ്. ഇത് ഒരു കാര്യത്തിന് മാത്രമല്ല കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മളൊരു ബീറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഇനി വലിയൊരു പിന്നെടുക്കുന്നുണ്ട്. പിന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുളത്തുനിന്ന് എന്തെങ്കിലും മതി കേട്ടോ. ഇപ്പം നമുക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെ നമുക്ക് തുണിയിട്ട് ഉണക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. നമുക്ക് എത്രത്തോളം തുണികളുണ്ടോ അത്രത്തോളം തുണികൾ നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളുടെ ഇപ്പം ബെഡ്റൂമിലും അതുപോലെ തന്നെ ഹാളിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഹാങ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. കൊണ്ട് നടന്ന് ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പിന്നെ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കുറേ സ്പേസ് ഒന്നും കളയാതെ തന്നെ വളരെ ചുരുങ്ങിയ സ്പേസ് മതി ഇത് ഹാങ് ചെയ്ത് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പല്ലേ, ചെയ്ത് നോക്കാം. ഇനി നമുക്ക്
നമ്മളുടെ കിച്ചൺ ടവലാകട്ടെ, നമ്മളുടെ ബാത്റൂമിൽ ഇടുന്ന ഇത് മാറ്റാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ചവിട്ടികളാകട്ടെ, അല്ലെങ്കിൽ കുട്ടികൾ യൂണിഫോമിൽ കുറേ അഴുക്കായിട്ട് വന്നാലും നമുക്കത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പറ്റാത്ത ഏതൊരു തുണി, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ കല്ലിലിട്ട് അലക്കുക അങ്ങനെയൊന്നും നമുക്ക് നടക്കില്ല. പിന്നെ നമുക്ക് ഇതുപോലുള്ള അഴുക്ക് കൂടിയ തുണികൾ കഴുകുമ്പോൾ മിക്കവർക്കും ഇപ്പോൾ അലർജി പ്രോബ്ലം വരുന്നുണ്ട്, കൈകളിൽ അലർജി പ്രോബ്ലം വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ സാധിക്കും കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡോ ഏതെങ്കിലും ഒരു ലിക്വിഡോ സോപ്പ് പൊടിയോ എന്തെങ്കിലും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോം നല്ല അഴുക്കുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ കിച്ചൺ ടവലും അഴുക്കുള്ളതും അല്ലെങ്കിൽ ചവിട്ടി ആകട്ടെ ഏതൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത തുണികൾ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്ന പോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കട്ടോ. കിഡു റിസൾട്ടാണ്. നമ്മളുടെ കൈ നനയാതെ തന്നെ നല്ല ക്ലീൻ. ഇപ്പോൾ കറണ്ട് ഇല്ല, ഒരു ദിവസം നമുക്ക് ഹറിബറിയിൽ ഒരു തുണികൾ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു ബീറ്റർ നിങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ അഴുക്ക് പോവും, മെഴുക്കും പോവും, എല്ലാം നല്ല സൂപ്പറാണ്. കെറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, ചെറു ചൂടുവെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ കഴുകിയെടുത്താൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയെടുത്ത പോലെ നമുക്ക് കഴുകി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.